ലാ ഹല്ലം ഫിൽ ഇസ്ലാമി ലിമൻ തറക അസ്സലാം. നമസ്കാരം ഒഴിവാക്കിയവന് ഇസ്ലാമിൽ സ്ഥാനമില്ല. നിസ്കരിക്കാത്തവർക്ക് ഇസ്ലാമിൽ സ്ഥാനമില്ല. അൽഅഹ്ദുല്ലസി ബൈനനാ വബൈനഹും അസ്സലാ വമൻ തറകഹാ ഖദ് കഫറ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കുഫറിൻ്റെയും ഇസ്ലാമിൻ്റെയും ഇടയിലുള്ള ഒരു കരാറാണ് നിസ്കാരം എന്ന് പറയുന്നത്. അത് ഒഴിവാക്കിയാൽ ഫമൻ തറകഹാ ഫഖദ് കഫറ, അവൻ കാഫിറായി നടന്നു, സത്യനിഷേധിയായി. എന്തെല്ലാം നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി നിസ്കാരം ഒഴിവാക്കലുണ്ട് അല്ലേ? അത്യാവശ്യം നിസ്കരിക്കുന്ന ആൾക്കാരെന്നെ വീട്ടിലൊരു മരണം നടന്നാൽ പിന്നെ അവിടെ നിസ്കാരം ഉണ്ടാവില്ല. വീട്ടിലൊരു കല്യാണം ഉണ്ടെങ്കിൽ എന്നാടെ നിസ്കാരം ഉണ്ടാവില്ല. നോമ്പ് തുറ വെച്ചിട്ട് മാരി നിസ്കരിക്കാത്ത പെണ്ണുങ്ങളുണ്ട്, അറിയുന്നത്. നോമ്പ് തുറ വീട്ടിൽ വെച്ചിട്ട് അന്ന് മാരി നിസ്കാരമില്ല, ഇശാ നിസ്കാരമില്ല, എപ്പോഴും നിസ്കരിക്കുന്ന തറാവിയില്ല, ഒക്കെ ഒഴിവാക്കി. നിസ്കാരത്തിന് കൊടുക്കുന്ന ഗൗരവം, എന്നാൽ നിസ്കാരത്തെ മനസ്സിലാക്കി അതിൻ്റെ ഗാംഭീര്യം ഗൗരവം മനസ്സിലാക്കി പരിഗണിക്കുന്ന ആളുകളുണ്ട്. നമ്മളെ ഖുർആൻ ക്ലാസ്സിനൊക്കെ വന്നുകൊണ്ടിരുന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീക്ക് ശ്വാസതടസ്സമുണ്ടായി അഡ്മിറ്റ് ചെയ്തപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയും കൂടി വിസിറ്റിങ്ങിന് പോയപ്പോൾ ഓക്സിജൻ വെച്ചിട്ട് ഇങ്ങനെ കിടത്തിയിട്ടുണ്ട്. ശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഞങ്ങൾ പോകുന്ന സമയത്ത് ഒരു നിസ്കാരത്തിലാണ്. അതിന് എക്സ്ക്യൂസ് ഇല്ല. ബാക്കി എല്ലാത്തിനും എക്സ്ക്യൂസ് ഉണ്ട്. രോഗിയാണെങ്കിൽ നോമ്പ് നോക്കണ്ട, രോഗം മാറിക്കഴിഞ്ഞാൽ നോക്കിയാൽ മതി. മരിക്കണത് വരെ രോഗിയായാലോ ആൾ നോമ്പ് നോക്കണ്ട, ഒരു നോമ്പിനൊരു മുദ്ദ് കൊടുത്ത് കിട്ടിയാൽ മതി. ഹജ്ജ് സമ്പത്തും ആരോഗ്യമുള്ള ആൾ ചെയ്താൽ മതി. സക്കാത്ത് സമ്പത്തിൻ്റെ നിസാബെത്തിയ ആൾ കൊടുത്താൽ മതി. നിസ്കാരമോ ശരീരത്തിൽ ആത്മാവുള്ള എല്ലാവരും നിർവഹിക്കണം. മരിച്ചിട്ടില്ലെങ്കിൽ നിസ്കരിക്കണം അല്ലേ? ഒരു എക്സ്ക്യൂസും ഇല്ല. ഖളാ വീട്ടാൻ പറ്റുമോ നിസ്കാരം? ഖളാ എന്ന് പറഞ്ഞാൽ എന്താ പറയുക അർത്ഥം? എന്താ സമയം തെറ്റി നിസ്കരിക്കുന്നതിനല്ല ഖളാ എന്ന് പറയല്. അറബിയിലെ ഖളാ എന്ന പദത്തിൻ്റെ അർത്ഥം നിർവഹിക്കുക എന്നാണ്. ഖളാ എന്ന് പറഞ്ഞാൽ വീട്ടുക. നമ്മൾ സമയം തെറ്റിയിട്ട് വീട്ടുന്നതിനെയാണ് ഖളാ എന്ന് പറയാം. നിസ്കാരം സമയത്ത് നിർവഹിക്കേണ്ട സമയബന്ധിതമായ ഇബാദത്താണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, വഖത്ത് നിർണയിക്കപ്പെട്ട നിർബന്ധമാക്കപ്പെട്ട ഇബാദത്താണ് നിസ്കാരം. അതുകൊണ്ടാണ് ആ നിസ്കാരത്തിന് അല്ലാഹു കൊടുത്ത പേര് തന്നെ എന്താണ്? വഖത്തിൻ്റെ പേര്. മഗ്രിബ് എന്ന് പറഞ്ഞാൽ ആ അർത്ഥം എന്താ? സൂര്യാസ്തമയം. സൂര്യാസ്തമയം എന്നാണ് 3 റക്അത്തിന്റെ പേര്. ഡിന്നർ എന്നാണ് 4 റക്അത്ത് നിസ്കാരത്തിൻ്റെ പേര്. രാത്രി നിസ്കരിക്കുന്ന നിസ്കാരത്തിൻ്റെ പേരും ഭക്ഷണത്തിൻ്റെ പേരും അതന്നെ അഷാ. അഷാ എന്ന് പറഞ്ഞാൽ ഡിന്നർ, അതന്നെയാണ് നിസ്കാരത്തിൻ്റെ പേര്. പ്രഭാതത്തിൻ്റെ പേരാണ് ഫജ്ർ, സുബ്ഹി. ആ നിസ്കാരത്തിൻ്റെ പേര് സമയത്തിൻ്റെ പേരാണ്. ഉച്ചക്കെല്ലാം ഓരോരുത്തർ വന്നിട്ട് ഇങ്ങനെ കൈവക്കിയിട്ട് അല്ലാഹു മഹദി എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട്. സുബഹിസ്കരിക്കുക മുഹൂർന്ന് വന്നിട്ടൊക്കെ ഖളാ വീട്ടുക, ഫൗത്താവുക എന്നാണ് പറയാം. നിസ്കാരം ഫൗത്തായ പിന്നെ തിരിച്ചു കിട്ടൂല, നഷ്ടപ്പെട്ടു പോയാൽ.